വെള്ളാപ്പള്ളി ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ 90% കാര്യങ്ങളും വർഗീയതയാണ്. അത് വർഗീയതയാണ് എന്നൊരു വാക്ക്, വർഗീയത പറയുന്നയാളാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി നടത്തുന്നത് വർഗീയ വിഭജന ശ്രമമാണ് എന്ന് പക്ഷേ നിങ്ങൾ ഒരിക്കലും പറയില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്ന മറ്റ് സംഘടനകളും നേതാക്കളും ഉണ്ട്. പക്ഷെ ഇതിൽ മാത്രം നിങ്ങൾ മിണ്ടുന്നില്ല. അതിൽ നിങ്ങൾ എടുക്കുന്ന കരുതലിൻ്റെ രാഷ്ട്രീയാർത്ഥം എന്താണ് ജയിക്ക്? ഇല്ല, അക്കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ UDF-നോട് സമീകരിക്കാനാണ് പരോക്ഷമായിട്ടെങ്കിലും ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്നലെ ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ രാഷ്ട്രീയത്തിന്റെ മാധ്യമമായിട്ടുള്ള ഷാജൻ സ്കറിയ പങ്കെടുക്കുന്നു. അത്തരത്തിൽ ഒരു സമീപനം ഈ സംഘടനയുടെ ഒപ്പത്തിരിക്കുന്ന ഒരാൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒറ്റ സെക്കൻഡ് ജയ് പ്ലീസ്. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബറെ കുറിച്ച് പറഞ്ഞല്ലോ. ആ യൂട്യൂബർ വർഗീയത മാത്രമല്ലല്ലോ പറയുന്നത്. ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങളും വാർത്തകളായി അദ്ദേഹം സംപ്രേഷണം ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പറയുന്ന ഒരാളെ പൂർണ്ണാർത്ഥത്തിൽ വർഗീയവാദി എന്ന് ചാപ്പയടിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ വർഗീയവാദികൾക്ക് വിളിച്ചു വരുത്തി അവർക്ക് പരവതാനി വിരിക്കുന്ന ഒരു സമീപനം UDF-ൽ നിന്നുണ്ടായാലും കേരളത്തിലെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിന് അയാളെ വർഗീയവാദി എന്ന് ഇപ്പൊ വർഗീയവാദിയെ ഈ വിളിച്ച് വിരുന്നൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഗീയവാദി എന്നുള്ള ടേം ഉണ്ടല്ലോ, ആ കോയിനേജ്, അതെങ്ങനെ വന്നു? ഈ പറയുന്ന യൂട്യൂബർക്കെതിരെ അദ്ദേഹം വർഗീയത പറയുന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയും ആ വർഗീയത പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിൽ 90% വർഗീയതയാണ്. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് വർഗീയതയാണ്? വെള്ളാപ്പള്ളി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിന് നേരെയായിട്ടുള്ള ആക്രമണമാണ് എന്ന് വാചകം പറയാൻ ജയിക്കിനൊക്കെ നല്ല മലയാളത്തിൽ പറയാനറിയാവുന്ന ആളാണല്ലോ. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ ഉരുളുന്നതെന്ന് ചോദിക്കുക ഞാൻ. അപ്പൊ എനിക്ക് അങ്ങയുടെ ചോദ്യത്തിലെടുത്ത സ്വാതന്ത്ര്യം പോലെ മറുപടി പറയാനുള്ള സമയം തരുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഈ ഇദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ പല ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ആ വർഗീയ പരാമർശങ്ങളോട് ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരിച്ച ചരിത്രവും ഇപ്പോഴും ആ വർത്തമാനകാല കേരളത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കടുത്ത നിസ്സംസതകൾ കേൾക്കേണ്ട വന്നൊരു കാലയളവായിരുന്നു. നിശ്ചയമായും അങ്ങയുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, നമ്മുടെ കോഴിക്കോട് മാൻഹോളിൽ വീണ അപകടത്തിൽപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമിച്ച നൌഷാദ് കൊല്ലപ്പെടുന്ന നൌഷാദിന് 10 ലക്ഷം രൂപ അന്ന് ധനസഹായം നൽകുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ആ സമയത്തുണ്ടായതായിരുന്നില്ലേ കേരളത്തിലെ ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പുതിയ കുറുമുന്നണി? അങ്ങ് ഓർക്കുന്നില്ലേ? അതിനെതിരെ ശബ്ദിച്ച് കേരളത്തിലെമ്പാടും അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചതാരായിരുന്നു? കേരളത്തിൽ നിന്ന് DYF പ്രത്യേകമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ സമത്വ മുന്നണിയുടെ വർഗീയ വിഷയത്തിനെതിരെ അന്ന് ജാളായി. തൊണ്ടപൊട്ട് വാർച്ചത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായിട്ടും ഞങ്ങൾ ഇതിനെ ഒന്നും മുഖവിലക്കെടുക്കാതെ ഞങ്ങൾ ശക്തമായി അവസാനത്തെ ആളായി കൂട്ടാൻ പറ്റുന്ന അവസാനത്തെ പ്രവർത്തകരെ കൂട്ടി ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തോടൊപ്പമായിരുന്നു കേരളം. ഞാൻ ജയിക്കെ ഇപ്പോ അതിന്റെ LDF എന്ന് പറഞ്ഞ മുന്നണിയോ CPIM എന്ന് പറഞ്ഞ പാർട്ടിയോ വർഗീയമായ സമീപനങ്ങളോട് അനുഭാവം സ്വീകരിച്ചുകൊണ്ടേ വരുന്ന ഒരു പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എല്ലാ ഘട്ടങ്ങളിലും ഒരേ നില നിങ്ങൾ എടുത്തില്ല. അന്ന് അദ്ദേഹത്തെ കേരള തൊഗാടി എന്ന് വിളിച്ചു. കാലം പിന്നെയും 10 വർഷം കഴിഞ്ഞു പോയി. ഇപ്പം നിങ്ങൾ വേറെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എടുക്കുകയാണ്. അന്ന് പറഞ്ഞ വാചകങ്ങൾ ആവർത്തിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന പ്രശ്നം അവിടെ കിടക്കുന്നു. വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് വിമർശിക്കണമെന്ന് തോന്നുന്ന സംഗതികളെ നിങ്ങൾ ആഞ്ഞു വിമർശിക്കുകയും ചെയ്യും. എന്നാൽ വെള്ളാപ്പള്ളിയെ അങ്ങനെ വിമർശിക്കേണ്ടതില്ല എന്ന് പറയാണ്. വെള്ളാപ്പള്ളി അവനെ പലതും പറയും, എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. കോൺഗ്രസിൻ്റെ കാര്യം തന്നെ, കോൺഗ്രസിൻ്റെയും നേതാക്കൾ ആരും തള്ളി പറയുന്നില്ല. അപ്പോൾ നിങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കളും എല്ലാവരും കൂടി ചെയ്യുന്ന ഒന്ന് ഈ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കലാണ്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചെയ്യാമല്ലോ ജയിക്ക്. മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു സമുദായ നേതാവ് പറയുമ്പോൾ മലപ്പുറത്ത് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? നോക്കൂ, സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമാണത്. കാരണം എന്താണ്? ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ജില്ലയിൽ ഒരു കൂട്ടം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? വിശദീകരിച്ചോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതി കൊടുക്കുന്നതനുസരിച്ചാണ് ഈ സർക്കാർ ഭരിക്കുന്നത് എന്ന വ്യാജം പറഞ്ഞില്ലേ? അത് സർക്കാരിനെതിരായിട്ടുള്ള ഡയറക്റ്റ് വിമർശനമല്ലേ? അത് വിശദീകരിക്കാൻ രംഗത്ത് വന്നോ? ഇല്ല. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ കഴിയുന്ന വരുന്നില്ല. കൂട്ടത്തിലുള്ള CPIയെ പോലും വെള്ളാപ്പള്ളി ആഞ്ഞു വിമർശിക്കുകയാണ്. എന്തിന്? വെള്ളാപ്പള്ളി കുഴപ്പമാണ് എന്ന് പറഞ്ഞത്. ഈ കരുതൽ, പ്രിവിലേജ്, ആനുകൂല്യം എന്തിനു കൊടുക്കുന്നു വെള്ളാപ്പള്ളിക്ക്? വെള്ളാപ്പള്ളിയെ ആഞ്ഞു വിമർശിച്ചു മരിച്ചുപോയ ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ രോമത്തിൽ തൊടാൻ വെള്ളാപ്പള്ളിക്ക് പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോഴും ഗുരുവിൻ്റെ പാരമ്പര്യം, SNDP എന്ന മഹാപ്രസ്ഥാനം, അതിൻ്റെ കൂടെ വെള്ളാപ്പള്ളി എന്തിനാ ചേർത്ത് കെട്ടുന്നത്? വെള്ളാപ്പള്ളി വേറെ തന്നെ വ്യക്തിയല്ലേ? വ്യക്തി കുഴപ്പമാണെങ്കിൽ വ്യക്തിയെ തള്ളാനല്ലേ കഴിയേണ്ടത് ജയിക്കെ? തീർച്ചയായിട്ടും ആ സമീപനം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ അങ്ങ് സൂചിപ്പിക്കുന്ന ചോദ്യത്തിലെ ഒരു അപകടം എന്താണ്? അങ്ങ് സമീകരിക്കുന്നു, നിങ്ങളാണെങ്കിലും UDF ആണെങ്കിലും ഇത്തരത്തിൽ വർഗീയത പ്രത്യക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പ്രസ്താവനകളുടെ മുമ്പിൽ സമരസപ്പെടുന്നു, നിശബ്ദരാകുന്നു, നിർനിമേഷരാകുന്നു. അങ്ങനെ ഒരു സമീപനം ഇടതുപക്ഷത്തിൽ ഇല്ല എന്ന് 1000 തവണ ഞങ്ങൾ ഊട്ടി ഉറപ്പിച്ചു പറയുന്നു. ഈ തരുണത്തിൽ എന്തുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നു? ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് കരുണാവാൻ നബി മുത്തു രത്നമോ എന്ന് സൂചിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്.
വരികളാണ്. ആ വരികളെ ഉദ്ധരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ സമീപനത്തിൽ നിന്നും തെറ്റായ ഒരു വഴി ആര് സ്വീകരിച്ചാലും ആ വഴി തെറ്റ് 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 എന്ന് ഞാൻ ചോദിക്കാൻ ജയിക്ക് പിന്നെ എന്റെ സംശയം, ആര് സ്വീകരിച്ചാലും തെറ്റ്, വർഗീയത ആര് പറഞ്ഞാലും തെറ്റ്, നിങ്ങളൊന്ന് സ്പെസിഫിക് ആവും ജയിക്കേ. ശ്രീനാരായണ ഗുരു അംശവടി എടുത്തു കൊടുത്ത് നീ ഭരിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആളല്ലല്ലോ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ പണവും പ്രതാപവും കൊണ്ട് 35 വർഷമായിട്ട് അതിന് തലപ്പത്തിരിക്കുന്ന ആളാണ്. ഗുരുദർശനം എന്താണെന്ന് കേരളത്തിന് അറിയാം. SNDP യോഗത്തിന്റെ ചരിത്രവും അതിന് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ അവരുടെ മഹത്വവും കേരളത്തിന് അറിയാം. വെള്ളാപ്പള്ളി ആരാണ്? മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. സർക്കാരിന്റെ ഏജൻസികളിൽ നിന്ന് പണം കടം വാങ്ങി വ്യാജരേഖയുണ്ടാക്കി പൈസ മുക്കി എന്ന കേസിലെ പ്രതിയാണ് അദ്ദേഹം. വ്യാജവും വർഗീയതയും പറയുന്ന ആളാണ് അദ്ദേഹം SNDP യോഗത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ BJPയുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയ ഗുരുവിന്റെ ആശയത്തെ അട്ടിമറിച്ച ആളാണ്. നിങ്ങളത് പറയുമ്പോൾ ആര് പറഞ്ഞാലും എതിർക്കും. ഇതാണോ CPIM പറയേണ്ട വാക്ക്? വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയാത്തതിന്റെ നിരാശയെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയുന്നത്. അങ്ങ് ആ കാര്യത്തിൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രതീതി നിർമ്മാണത്തിന് ശ്രമിക്കുന്നു എന്ന് 1000 തവണ എനിക്ക് പറയേണ്ടതായിട്ട് വരും. അങ്ങ് സൂചിപ്പിച്ച പാർട്ടി രൂപീകരണത്തിന് ആ പാർട്ടി രൂപീകരണം 1000 തവണ കേരളത്തിൽ മതനിരപേക്ഷ ചരിത്രത്തിൽ ചേരുന്നതല്ല എന്ന് തൊണ്ടപൊട്ട് പറച്ചിൽ കേരളത്തിന്റെ ഗ്രാമനഗരങ്ങളിൽ അങ്ങ്